നിർത്തുകയാണ്. ഹലോ, അപ്പോ മനസ്സിലായില്ല. ഞങ്ങൾ കുറെ നാളെ വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 3 വർഷമായിരുന്നു ലാസ്റ്റ് വീഡിയോ ഇട്ടേക്കുന്നത്. ലാസ്റ്റ് വീഡിയോ ഇട്ടത് ഞങ്ങൾ PR അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടത്. അപ്പോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. അതിനു പുറമെ ഒരുപാട് ചോദ്യങ്ങളും കമന്റ്സും നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ വീഡിയോസ് എവിടെയാണ്, നിങ്ങൾ എന്താ വീഡിയോ ചെയ്യാത്തത്, വളരെ കരിയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും കുറെ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതിലൂടെ ഇതിനൊക്കെ ഒരു ആൻസർ കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എവിടെയായിരുന്നു. അപ്പൊ നേരത്തെ ഞങ്ങൾ വീഡിയോ കിട്ടിക്കൊണ്ടിരുന്ന ബാരി എന്ന് പറഞ്ഞ സിറ്റി ആയിരുന്നു. അത് ഏകദേശം ടൊറന്റോ ഒരു 1 hour ഡ്രൈവ് ഉള്ള ഒരു സിറ്റിയിലായിരുന്നു. കാരണം ജോർജിയൻ കോളേജിലാണ് ഞങ്ങൾ പഠിച്ചതൊക്കെ. ഞാൻ IT-ലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ വേറൊരു ജോലിക്ക് വേണ്ടി ഞാൻ അവിടുന്ന് ടൊറന്റോയിലോട്ട് മൂവ് ചെയ്ത്. പക്ഷെ ഞാൻ ബാരി തന്നെ കണ്ടിന്യൂ ചെയ്ത്. എനിക്കറിയാലോ കാനഡയിലെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കണല്ലോ. വർക്ക് ചെയ്യണം, പിന്നെ ദുരിതം, ദാരിദ്ര്യം, പല്ലുകടി, ഇതൊക്കെ പിന്നെ നമ്മളെ ഫുഡൊക്കെ ഉണ്ടാകുന്നത്. ഫുൾ ഞങ്ങള് അപ്പൊ വർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ പോലും ആ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞ സാധനം പുതിയൊരു സ്ഥലത്ത് പോകുന്നു, തന്നെ ഈ പറഞ്ഞ എല്ലാം ചെയ്യുന്നു, എല്ലാം വരുന്നു. അപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. അപ്പൊ മൊത്തത്തിൽ അങ്ങനെ ചെയ്യപ്പെട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ബാരിയിലും കാർത്തിക് ടൊറന്റോയിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസും ഉണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് എല്ലാപ്പോഴും അങ്ങനെ കാണാനും വീഡിയോ എടുക്കാൻ വേണ്ടി ബാരിലായിരുന്നപ്പോ നമുക്ക് എപ്പോഴും എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ കൂടെ പറ്റാത്തതുകൊണ്ട് അവിടെ ഒരു വീഡിയോ എടുക്കാനും ഇടാനും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ പുതിയൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെറ്റിൽ ആയി വരാൻ കുറെ ടൈം അറിയാലോ. വരികയാണ് നമ്മൾ നമ്മുടെ കഴിവുകളെല്ലാം പരമാവധി നമ്മൾ കാണിക്കണം, പണിയെടുക്കണം എന്തിലേക്ക്. അപ്പം കുറച്ചുകൂടെ എഫേർട്ട് വേണ്ടി വന്നു. കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരുന്നു കുറച്ച് ഇയേഴ്സ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ട്രെസ്ഫുൾ കുറവൊന്നല്ല. ഇപ്പൊ പണ്ടുള്ളതിനേക്കാളും സ്ട്രെസ്സും തലവേദനകളും ഉണ്ട്. പക്ഷെ ലൈക്ക് ഇപ്പൊ കുറച്ച് ചേഞ്ചസ് വന്നോണ്ട് ഇപ്പൊ പറയുന്നതായിരിക്കും ആ ചേഞ്ചസ് വന്നോണ്ട് നമുക്ക് ഇപ്പൊ കുറച്ചുകൂടെ ഒരു സിംഗ് ചെയ്യാൻ ടൈം കിട്ടുന്നവരുണ്ട്. പിന്നെ ഞങ്ങള് കല്യാണം കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും രണ്ട് കല്യാണമല്ല, ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ കല്യാണങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങളുടെ ഭാര്യമാര് പറയുന്നുണ്ടായിരുന്നു എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. ജോലി മാറി, സ്ഥലം മാറി, കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വീട് മേടിച്ചു. അതെ, ഞങ്ങൾ രണ്ടുപേരും ഏട്ടസ്ഥലം കാർത്തിക് ആൻഡ് കെവിൻ എന്നാണെങ്കിലും ഒരുമിച്ച് സെറ്റിൽ ആവണല്ലോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഡയറക്ഷൻ റീജിയനിലാണ് സെറ്റിൽ അയക്കുന്നത്. ഞങ്ങളുടെ വീട് നമ്മള് വളരെ ക്ലോസ് ആണ്. ഞങ്ങൾ അതും ദൂരമില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ എപ്പോഴും വീക്കെൻഡ് ആണെങ്കിലും നമ്മൾ ചെല്ലാനും ഇതിൽ വീട് എടുക്കാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവുന്ന പോലെ നമ്മൾ കാണുന്നു ഫ്യൂച്ചറിൽ. അപ്പൊ നമ്മൾ ഓർത്തു വൈ നോട്ട്, നമുക്ക് പഴയ കാനഡിയൻ അമാസയൊക്കെ പൊടി തട്ടിയെടുത്ത് ഞങ്ങളുടെ കമ്പനീസ് ഇപ്പോഴും ടൊറന്റോയിലാണ്. ഞങ്ങള് വർക്ക് ഫ്രം ഹോം ആണ്. ഞാനിപ്പോ ഫുള്ളി വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ ഇവരും വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വർക്ക് ഫ്രം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട, വീട്ടിൽ തന്നെ വർക്ക് ചെയ്താൽ മതി. പക്ഷെ ഞങ്ങളുടെ വൈഫ്സ് അവരുടെ വർക്കിംഗ് ആണ്. അവർക്ക് പക്ഷെ ഇവിടെ അടുത്ത് തന്നെയാണ് ജോലി. അപ്പൊ അവർക്കൊക്കെ ഡെയിലി പോണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോ വീട്ടമ്മമാരായിട്ട് വീട്ടു ജോലിയൊക്കെ ചെയ്ത് ഇല്ലാത്ത സമയത്തിന് ഇങ്ങനെ വീഡിയോ എടുത്ത് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങള് ബാക്ക് വന്നേക്കുന്നു. ഇനി കുറച്ച് വീട്ടു ജോലിയൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ കുറച്ച് വീഡിയോയില് ഫോക്കസ് ചെയ്ത് പുതിയ കണ്ടന്റ് ഒക്കെ എത്തിക്കാൻ ഞങ്ങള് ഞങ്ങൾ ഓൾറെഡി ഉള്ള വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഇത്തരമുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് കൂടുതലും ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിരുന്നു. അപ്പം കാനഡയില് ഒരു സ്റ്റുഡന്റ് ആയിട്ട് എങ്ങനെ വരണം, അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്ഥലങ്ങളെ പറ്റി പറയുന്നുണ്ടായിരുന്നു, കോളേജുകളെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ബേസിക്കലി ഒരു സ്റ്റുഡന്റ് ആയിട്ട് നിങ്ങൾ വന്നു, എങ്ങനെ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്സിലോട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി ഒരു സഹായം പോലെ നിങ്ങൾക്ക് പാർട്ട് ടൈമിന്റെ കാര്യമാണെങ്കിലും സ്റ്റഡീസിന്റെ കാര്യമാണെങ്കിലും എല്ലാം ഇങ്ങനെ അങ്ങനത്തെ ഒരു കണ്ടന്റ് ആയിരുന്നു ഞങ്ങൾ ഇത്ര നാളും ചെയ്തത്. കുറച്ച് ഫൺ വീഡിയോസ് ട്രൈ ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് വെറൈറ്റി കണ്ടന്റ് ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ വീഡിയോസ് ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നത് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിരുന്നു. നാട്ടിൽ നിന്ന് വരുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പോ അങ്ങനത്തെ വീഡിയോസ് ഞങ്ങൾ ഇനി മുതൽ നിർത്തുകയാണ്. അപ്പൊ ഞങ്ങൾ അത് നിർത്താൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കാനഡയുടെ റൂൾസും കാനഡയുടെ പോസ്റ്ററും കുറച്ച് മാറി വരുന്നുണ്ട്. സ്റ്റുഡൻസിന് അത്ര എന്റർടൈൻ ചെയ്യുന്നില്ല. അപ്പൊ അധികം പിള്ളേർ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പഴയ കണ്ടന്റ്സ് നമുക്ക് മാറ്റാം. പിള്ളേർ ഇപ്പോഴും കുറച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവിടെ ഉള്ളൊരു മാർക്കറ്റ് ഇച്ചിരി കുറഞ്ഞുള്ളത് കൊണ്ടും മാർക്കറ്റ് കുറഞ്ഞുള്ളത് കൊണ്ട്
ഞങ്ങൾ പയ്യെ ഒന്ന് കളം മാറ്റി ചവിട്ടാം. കാരണം ഞങ്ങൾക്ക് വീഡിയോ ഇട്ടുണ്ടപ്പോ കുറച്ചുകൂടെ കണ്ടന്റ് കിട്ടും മറ്റൊരു സൈഡാണെങ്കിൽ. ഇതെന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കണ്ടന്റ്സ് ആയിരിക്കും എത്ര ഉള്ളത്. അപ്പൊ ഒന്ന് കളം മാറ്റി ചവിട്ടിയാൽ കുറച്ചുകൂടി ഞങ്ങൾക്കും പ്ലാറ്റ്ഫോമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റും. ആസ് എ യൂസർ അല്ലെങ്കിൽ വ്യൂവർ നിങ്ങൾക്കും കുറച്ചുകൂടെ ഞങ്ങളുടെ വീഡിയോസ് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫേസ് മാറില്ല. ഞങ്ങൾ അന്ന് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പൊ ഒരുപാട് സ്റ്റുഡൻസിനെ പറ്റി അറിയായിരുന്നു. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ആ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഞങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ആ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കാനഡിയൻ ഗ്രാമേഴ്സിനെ, പ്രത്യേകിച്ച് ഞാൻ കാനഡിയൻ ഗ്രാമേഴ്സിനെ കാണുന്ന ഒരു നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളെ പോലെയാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ കാനഡിയൻ ഗ്രാമേഴ്സിൽ ഇന്ന് നിങ്ങളുടെ സ്റ്റുഡൻസും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റുഡൻഷിപ്പിൽ നിങ്ങൾ പി ആർ നോട്ട് പറയാൻ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങള് വീഡിയോ ഇട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഞങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ കാനഡ എക്സ്പ്ലോറേഷൻ, പിന്നെ ബാക്കിയുള്ള കാനഡയിലുള്ള മലയാളികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു കാര്യം പോലെ തന്നെ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു തോട്ട് പ്രോസസ്സും കാര്യങ്ങളും. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയുടെ ജോണർ മാറുകയാണ്. ഓക്കെ, അപ്പൊ ഈ പുതിയ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ട്രാവൽ. രണ്ടും. അപ്പൊ ലൈഫ് സ്റ്റൈലും ട്രാവലും ഇപ്പൊ കൂടുതൽ ടൈം നമ്മൾ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് പുറത്തു പോകാനും ഞങ്ങള് എക്സ്പ്ലോർ ഇതൊക്കെ ട്രാവൽ. അപ്പം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ട്രാവലുമാണ്, പിന്നെ ലൈഫ് സ്റ്റൈൽ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ കാനഡ അമേരിക്കയുടെ കോണ്ടിനെന്റിലാണ്. അപ്പൊ ബാക്കിയുള്ള സമീപ പ്രദേശങ്ങളിലോട്ടൊക്കെ നുഴഞ്ഞു കയറുക, അവിടെയുള്ളൊക്കെ എന്താ നടക്കുന്നതെന്നൊക്കെ കാണുക. അപ്പൊ അങ്ങനത്തെ കുറെ ഇവന്റ്സ് ഞങ്ങൾ പാസ്റ്റ് ഒരു വർഷം 1.5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ചെയ്തു. പക്ഷെ അതൊന്നും ഇങ്ങനെ ഒരു ഐഡിയ വന്നില്ല. പക്ഷെ അതൊക്കെ ഞങ്ങളുടെ ഇപ്പോഴത്തെ മെമ്മറീസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്ത് വൈ നോട്ട് ഇനിയും ഫ്യൂച്ചറിൽ ഇതുപോലെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെയും കുറെ ഇൻഫർമേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നേക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ ഇനി മുതലുള്ള വീഡിയോസ് അപ്പോ ലൈഫ് സ്റ്റൈൽ ആൻഡ് ട്രാവൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഫോക്കസ് ആയിരിക്കും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോസ് അഡ്വഞ്ചറസ് കനേഡിയൻ ട്രിപ്പിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തു. അപ്പൊ നമ്മള് ഇനിയിപ്പോ ഈ വിന്ററൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നമ്മളതൊക്കെ സ്പ്രിംഗും സമ്മറിലേക്കും കയറാൻ പോവാണ്. അപ്പൊ കുറെ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഓരോ പരിപാടികൾക്ക് മുമ്പ് ഇത് പറഞ്ഞ വീഡിയോസ് എടുത്തിട്ട് നമ്മൾ ഇനി വരുന്ന സമയങ്ങളിൽ നമ്മൾ അതിനെ പറ്റി പോസ്റ്റ് ചെയ്തതായിരിക്കും. നിങ്ങളുടെ ഒരുപാട് കമന്റ്സ് ഇപ്പോഴും കാണാറുണ്ട്. ഞങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ട് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നത് നല്ലതാണോ, ഇനി സ്റ്റുഡൻസ് ആയിട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ കുറെ കാര്യങ്ങൾ. ഞങ്ങളിപ്പം സ്റ്റുഡൻസ് ആയിട്ട് നിന്ന് കുറച്ചു കാലം മാറിയതുകൊണ്ട് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ അത്ര ടച്ച് ഇല്ല. അതുകൊണ്ട് ഒത്തിരി അറിയത്തില്ല. കാരണം ഇപ്പൊ ഞങ്ങൾ വന്നതിനേക്കാൾ ഒരുപാട് മാറിയ കാര്യങ്ങള് നമ്മൾ ഒരുപാട് ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അത്ര അറിയത്തില്ല. പിന്നെ ആൾക്കാരൊക്കെ എന്തെങ്കിലും കേട്ട് പറഞ്ഞു മാത്രം നമ്മൾ അവിടെ മെസ്സേജസ് കാണാറുണ്ട്. ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഒരുപാട് മെസ്സേജ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഓപ്പൺ ആക്കി ജസ്റ്റ് വായിച്ചു നോക്കുമ്പോഴെല്ലാം ഈ കോളേജുകളെ റോങ് ഇൻഫർമേഷൻ കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ കൊടുക്കുമ്പോൾ ലെജിറ്റ് ആയിരിക്കണല്ലോ. അപ്പം ഞങ്ങൾക്ക് അത്രയും അറിവില്ലാത്തതുകൊണ്ട് പതുക്കെ ഞങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുവാണ്. വന്നാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ആൻസർ തരാൻ പറ്റിയെന്ന് തരത്തില്ല. ബിക്കോസ് നമ്മളായിരിക്കത്തില്ല റൈറ്റ് ആൻസേഴ്സ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ പുതിയ ടൂൾസ് ആയ ChatGPT വളരെ നാളെക്കാൾ വിദഗ്ധമായിട്ട് ഉത്തരം തരാൻ പറ്റുന്ന ഉള്ള ടൂൾസുകൾ യൂസ് ചെയ്യാം. പക്ഷെ ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിച്ചെങ്കിലും സ്നേഹവും സബ്സ്ക്രൈബും വ്യൂവർഷിപ്പും ഒക്കെ ഞങ്ങളുടെ അടുത്തോട്ട് തന്നെ തരണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മള് കാണുന്നതായിരിക്കും.